ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം കൂടുതൽ മികച്ചതും ഊഷ്മളവുമാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. ഇതോടൊപ്പം 7 വ്യത്യസ്ത സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവച്ചു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇത് 3ാം തവണയാണ് ഒരു ഗൾഫ് രാജ്യം കൂടി സന്ദർശിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടുമായി ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി GCC രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഒരു വർഷത്തിനകം 3 ഗൾഫ് രാജ്യങ്ങളിലാണ് മോദി സന്ദർശനം പൂർത്തിയാക്കിയത്. ആദ്യം UAE, പിന്നീട് സൌദി അറേബ്യ, ഏറ്റവും ഒടുവിൽ ഖത്തറിലും സന്ദർശനം നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രകൃതിവാതക ഇറക്കുമതിയുടെ 65% ഖത്തറിൽ നിന്നാണ്. ഒപ്പം ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളി ഖത്തറാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് $1567 കോടി വ്യാപാരമാണ്. അതിനാൽ മോദിയുടെ ഈ ഖത്തർ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നു. വ്യത്യസ്ത സഹകരണ കരാറുകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവച്ചു. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് തടയുന്നതുൾപ്പെടെയുള്ള 7 സഹകരണ കരാറിലാണ് ഈ ധാരണയായത്. ഒപ്പം അടിസ്ഥാന സൌകര്യ വികസനം, വിദ്യാഭ്യാസ നൈപുണ്യ വികസനം, വിനോദസഞ്ചാരം, ആരോഗ്യം, കായിക മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുക എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ ധാരണയായി. ഇങ്ങനെ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നതിനായി ഖത്തർ നിക്ഷേപ അതോറിറ്റിയുമായും ഈ സന്ദർശനത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽഥാനിയുടെയും സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതു സംബന്ധിച്ച കരാറുകളിൽ ഒപ്പിട്ടത്. ഇന്ത്യയിലെ ആഗ്രയിൽ താജ്മഹലിന് സമീപം പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുന്നതിനും തീരുമാനമായി. ലീല ഗ്രൂപ്പും ഖത്തറിലെ അൽ ഫൈസൽ ഗ്രൂപ്പും തമ്മിൽ സഹകരിച്ചാണ് ഹോട്ടൽ നിർമ്മിക്കുക. ഖത്തറിലെ വ്യവസായികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടത്. 500 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലാണ് പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുക. ലീല ഗ്രൂപ്പ് ചെയർമാൻ വിവേക് നായരും അൽ ഫൈസൽ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽഥാനിയും ധാരണാപത്രം ഒപ്പുവച്ചു. 2018 അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് വിവേക് നായർ പറഞ്ഞു. അയാന എന്ന പൊതുപേരിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 6ാമത്തെ ഹോട്ടലാവുമിതെന്ന് അയാന ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ അമൃത നായർ വ്യക്തമാക്കി. നിലവിൽ അയാന ഗ്രൂപ്പിന് വലിയ നിക്ഷേപ പദ്ധതികളാണുള്ളതെന്ന് അമൃത നായർ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. In 1 year, we've expanded quite dramatically, especially in the Middle East. We currently have 798 rooms under construction in the Middle East between Qatar and Saudi Arabia. We've got 7 hotels signed under management so far. So while the focus has always been in the Middle East, we're equally looking at having a presence in India as well. So it's always been a strategy to look at both, having a presence in both. Our expansion plans, the goal is to enhance our presence in both Qatar and Saudi Arabia, and then look at using that as a platform to grow in the rest of the region as well.